ഗുഡ് മോർണിംഗ്. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഞാൻ നൽകാൻ പോകുന്ന ഡിവൈൻ മെസ്സേജ്, ഭാഗ്യത്തിൻ്റെ വാതിൽ തുറന്നു കഴിഞ്ഞു. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചേഞ്ചുകൾ വരാൻ പോകുന്നു. അതിനുള്ള ഓരോ ലക്ഷണവും ഡിവൈൻ നിങ്ങൾക്ക് മുന്നിൽ ഒരുക്കുന്നു എന്നതാണ് ഞാൻ പറയുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ആർക്കൊക്കെ റെസനേറ്റ് ആവുമെന്ന് അറിയുന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം ഇതെടുക്കുക, അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക. ഒരിക്കലും ഒരു കാര്യങ്ങളും നിങ്ങൾ അട്രാക്റ്റ് ചെയ്യരുത്. അതായത് നെഗറ്റീവായ ഒന്നിനെയും നിങ്ങൾ അട്രാക്റ്റ് ചെയ്യരുത്. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് നിങ്ങൾക്ക് എന്നോട് പറയാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ നല്ലൊരു ടാറോ റീഡറെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറെ സമീപിച്ച് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. വ്യക്തിപരമായ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ അത് നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ എയ്സ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. എയ്സ് ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമ്പത്തികമായ തുടക്കമാണ്. അതായത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക്, നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ സാമ്പത്തികമായ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുക, ആർക്കെങ്കിലും കൊടുക്കുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ഇന്ന് നിങ്ങൾക്കൊരു ആൻസർ ലഭ്യമാകുമെന്നാണ് ഡിവൈൻ പറയുന്നത്. അതായത് നിങ്ങൾ ബാലൻസിലാവാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ലൈഫ് ബാലൻസിലാവുക, അല്ലെങ്കിൽ ഒരു കരിയറിൽ ബാലൻസ് ചെയ്യുക, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കായിട്ടും നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള വ്യക്തികളെയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരുപാട് കാലമായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ലൈഫ് ഒന്ന് ബാലൻസിലാക്കുവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലൈഫ് ബാലൻസിലാക്കാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്ത വ്യക്തികൾക്ക് ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻ ഒരു ബ്ലെസ്സിങ്സ് ആണ് തരുന്നത്, ഒരു പുതുവത്സരം നൽകുന്നത് പോലെയാണ്. നിങ്ങൾ കണ്ണു തുറന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മൾ തകർന്ന് മാറി എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടിയാൽ, അതായത് 4 ഓഫ് സോഴ്സ് പോലെ, നമ്മുടെ മൂന്നാമത്തെ കാർഡ് പോലെ ഒന്നും കണ്ണു തുറന്ന് കാണാതിരുന്നാൽ നിങ്ങൾക്ക് മുന്നിൽ ഒരു ബ്ലെസ്സിങ്സിനെയും നിങ്ങൾക്ക് ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല. നിങ്ങൾക്ക് ആരെങ്കിലും സാമ്പത്തികമായി പൈസ തരാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ നിങ്ങൾ അനുഭവിക്കുന്ന പെയിനൊക്കെ ഇന്ന് നിങ്ങളിൽ നിന്നും ഇല്ലാതാകുകയാണ്. നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ബാലൻസിലാക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചു. സാമ്പത്തിക ബാലൻസിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കരിയറിന് വേണ്ടിയിട്ടാണെങ്കിലും എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും സ്ട്രഗിൾ ചെയ്തത്. നിങ്ങളുടെ ലൈഫ് സാമ്പത്തികമായ ബാലൻസിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങളൊരു നിഷ്കളങ്കമായ വ്യക്തികളായിരുന്നു. നിങ്ങൾ ആരെയും വിശ്വസിക്കും, ആരെന്തു പറഞ്ഞാലും നിങ്ങളത് ചെയ്യാൻ തയ്യാറാകുന്നൊരു വ്യക്തികളായതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു ഒരു വളരെ ദുഃഖം അല്ലെങ്കിൽ ഒരു നിരാശ വന്നിട്ടുണ്ട്. സാമ്പത്തികമായൊരു ലോസ് സംഭവിച്ച പോലെ നിങ്ങൾക്കൊരു നിരാശ ഫീൽ ചെയ്യുന്നുണ്ട്. ആ സാമ്പത്തിക ലോസിൻ്റെ താക്കോല് നിങ്ങളുടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. നിങ്ങളത് കാണുന്നില്ല, അത് കിട്ടാനായിട്ടുള്ളത്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട മുതൽ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ആ താക്കോല് നിങ്ങളുടെ മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ണ് തുറന്ന്, തല ഉയർത്തി കണ്ണ് തുറന്ന് നോക്കിയാൽ മാത്രമല്ലേ നമുക്ക് ആ താക്കോലെടുത്ത് ആ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ അങ്ങനെ തകർന്ന് തന്നെ ഇരിക്കുകയാണ്. നിങ്ങൾ ഉയർന്നു വാ, നിങ്ങൾ എഴുന്നേറ്റ് വാ. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ മുമ്പോട്ട് മൂവ് ഓൺ ചെയ്യാൻ നോക്ക്. എവിടെയാണോ നമ്മൾക്ക് പരാജയം തോന്നിയത് അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയല്ല ചെയ്യേണ്ടത്. ആ ബ്ലോക്കേജിനെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. 4 ഓഫ് സോഴ്സ്, നിങ്ങൾ ആർക്കൊക്കെയോ സാമ്പത്തികമായി സഹായിച്ചവരാണ്. ആ നല്ല ഒരു മദർ ഫിഗറോട് കൂടി, അതായത് എല്ലാവരെയും നിങ്ങൾ നല്ലപോലെ കെയർ ചെയ്യുന്ന കുറേ ആളുകൾ ഇതിനകത്തുണ്ട്. എല്ലാവരെയും മക്കളെ പോലെയും, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവരോട് ഭയങ്കരമായ ഒരു ദയയോടുകൂടി പെരുമാറുന്ന കുറേ ആളുകളുണ്ട്. അവർക്കും ഒരു കൊടുക്കൽ വാങ്ങൽ, സാമ്പത്തികമായ ഒരു കൊടുക്കൽ വാങ്ങലിൽ ഒരു കുറേ നിരാശകളായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ ആ നിരാശയിൽ ഇരിക്കേണ്ട എന്നും, നിങ്ങളോട് മുന്നോട്ട് വാ, എഴുന്നേറ്റ് വാ, നിങ്ങൾക്കുള്ള മാർഗം യൂണിവേഴ്സ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് പറഞ്ഞ് നിങ്ങളെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ണ് തുറന്ന് കാണുക, നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുക. നിങ്ങൾ നൈറ്റ് ഓഫ് സോഴ്സ്, നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കുക. ആ
കഴുകനൊപ്പം പായുന്ന ആ വ്യക്തിയെ നോക്കുക. അതുപോലെ നിങ്ങൾ വർക്ക് ചെയ്യുക, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇമോഷണലി നിങ്ങൾ തകർന്ന് നിങ്ങൾ തിരിഞ്ഞു നടക്കാതെ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക. നിങ്ങളുടെ നഷ്ടങ്ങളെ നികത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഒരു കഴുകൻ്റെ മൈൻഡിലൂടെ വരിക. അതായത് നിങ്ങൾ പരാജയമല്ല, വിജയത്തിലേക്ക് പോകുക എന്നാണ് നൈറ്റ് ഓഫ് സോഴ്സ് നമ്മളെ കാണിക്കുന്നത്. നമ്മൾ പരാജയപ്പെട്ട് നിൽക്കുകയല്ല, നമ്മൾ വിജയത്തിലേക്ക് കുതിക്കൂ എന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. കുറേ ആളുകൾക്ക് ഇന്ന് കുറേ ബ്ലെസ്സിങ്സും കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നിലുണ്ടാകും. അത് നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കുക. നിങ്ങൾക്കൊരു കിങ് ഓഫ് സോഴ്സ് ആവാമെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാൽ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് വിജയം കാണാം. നിങ്ങളുടെ ബ്ലോക്കേജുകളെല്ലാം മാറി നിങ്ങൾക്കൊരു വിജയം, നല്ല ഒരു സക്സസ് ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്കത് ഇമോഷണലി ഒക്കെ നിങ്ങളിങ്ങനെ ഡൗൺ ആവാതെ, നിങ്ങൾ ഉൾവലിഞ്ഞിരിക്കാതെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരിക. നിങ്ങളുടെ സക്സസ്സിനെ, നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നതിനെ കണ്ടെത്തുക. നിങ്ങൾ വിജയിക്കുക എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ ഏസ് ഓഫ് വാൻസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് കാര്യത്തിനാണോ, നിങ്ങൾ സാമ്പത്തികമായ ഒരു പ്രശ്നം നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ ആ കാര്യത്തിന് നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാൽ നിങ്ങൾക്ക് വളരെ സക്സസ് ആണ്. നിങ്ങൾ അതിനുവേണ്ടി ഒരു ചെറിയ ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങളൊന്ന് ഇമോഷണലി ഡൗൺ ആവാതെ നിങ്ങൾ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക, തിരിച്ചു വരിക എന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ അതിനുവേണ്ടി ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത്, നിങ്ങൾക്ക് ലോസായി പോയ സാമ്പത്തിക ഏത് മാർഗത്തിൽ നിന്നാണേലും നിങ്ങളുടെ കൈകളിലെത്തും. നിങ്ങൾ ഒരു ഇച്ചിരി കിങ് ഓഫ് സോഴ്സ്, ഒരു പവർഫുള്ളായ ഇച്ചിരി സ്ട്രോങ് ആയ ഒരു വ്യക്തിയാവുക എന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ ഏസ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം വന്ന ഏസ് ഓഫ് പെൻഡിക്കിൾസ് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നപ്പോൾ ഏസ് ഓഫ് വാൻസ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കരിയറിലെ പ്രോബ്ലത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് കരിയറിൽ പുതിയൊരു സക്സസ് വരാൻ പോകുന്നു. നിങ്ങൾ കരിയറിൽ വിജയിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് വേണ്ടതെല്ലാം കരിയർ കാര്യത്തിൽ, ഇപ്പോൾ പുറത്തേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അങ്ങനെ ഒരു ജോബ് ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ അതിന് വേണ്ട മാർഗം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു യൂണിവേഴ്സ്. നിങ്ങളിനി അത് കണ്ടെത്തുക. നിങ്ങൾക്ക് ദ ഫൂളാണ് വന്നിരിക്കുന്നത്. ഒരു പുതിയ തുടക്കമാണ്. നിങ്ങൾ സീറോയിൽ നിന്നും കടന്നു പോവുകയാണ്. ഫൂളെന്ന് പറഞ്ഞാൽ സീറോയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, യാതൊന്നുമില്ലാത്തൊരു വ്യക്തിയായിട്ട് നിൽക്കുകയാണ്. അതിൽ നിന്നും നിങ്ങൾ മജീഷ്യനിലേക്ക് പോവുകയാണ്, നിങ്ങൾ വിജയത്തിലേക്ക് പോവുകയാണ്. എല്ലാ അബണ്ടൻസും എല്ലാ സ്കിൽസും നിങ്ങളുടെ കൈകളിലുണ്ട്. അത് നിങ്ങളിനി പ്രയോഗിക്കുക എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ കൈകളിൽ ഇരിക്കുന്നതിനെല്ലാം നിങ്ങൾ പുറത്തെടുത്ത് ആ ഫുൾ എനർജിയിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് കുതിച്ചോളുക. നിങ്ങൾ മുൻപും പിൻപും നോക്കണ്ട. കാരണം ഏസ് ഓഫ് വാൻസ് ആണ്. കരിയറിൽ നിങ്ങൾക്ക് വളരെ വലിയ സക്സസ് ആണ് ഇരിക്കുന്നത്. നിങ്ങൾ ഏത് ഫീൽഡിലേക്കാണോ പോകാനിരിക്കുന്നത്, ഏത് കാര്യത്തിലാണോ നിങ്ങൾ ശ്രദ്ധ വയ്ക്കുന്നത്, അതിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമില്ലാത്ത അഡിഷൻ ഏതെങ്കിലും വ്യക്തിയോടോ എന്തെങ്കിലും ഒത്തിനോടോ അമിതമായ ധനത്തോടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് കളയുക എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്. അഡിഷൻ ഒന്നും നമ്മുടെ ലൈഫിൽ വേണ്ട. കാരണം നിങ്ങൾക്കെല്ലാം യൂണിവേഴ്സ് അതിൻ്റേതായ സമയങ്ങളിൽ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തരും. നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇതിനകത്തുള്ള എല്ലാ പേഴ്സണും, ഒരു ഭൂരിപക്ഷം പേഴ്സണും വളരെ നല്ല നിഷ്കളങ്കരായവരാട്ടോ. ആർക്ക് വേണമെങ്കിലും ഇവരെ സിമ്പിളായിട്ട് പറ്റിക്കാൻ പറ്റുന്ന കുറേ പേഴ്സണാണ് കേട്ടോ ഇതിനകത്തുള്ളത്. എനിക്ക് എനർജി കിട്ടുന്നത് വളരെ നല്ല നിഷ്കളങ്കരായ, എല്ലാവരെയും വിശ്വസിക്കുകയും എല്ലാവരെയും സഹായിക്കുകയും, ആരെങ്കിലും ഒരു വിഷമം പറഞ്ഞാൽ അവരെക്കാൾ കൂടുതൽ വേദനിക്കുന്നത് ഈ കേൾക്കുന്ന വ്യക്തികൾക്കാണ്. അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു എനർജിയാണ് എനിക്കിവിടെ കാണുന്നത്. അതാണ് ഇത്രത്തോളം യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് പറയുന്നത്. നിങ്ങൾ മുമ്പോട്ട് ഇറങ്ങൂ, നിങ്ങൾ വിജയം കൈവരിക്കൂ എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഇതിനകത്ത് അടുത്തതായിട്ട് നിങ്ങൾക്കൊരു വലിയൊരു ബ്ലെസ്സിങ്സ് വരുന്നു. അതായത് 6 ഓഫ് കപ്സ് ആണ്. 6 ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് വരുന്നു. അതായത് നിങ്ങളുടെ ഒരു ഭൂതകാലത്തിൽ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നു, ഒരു നൊസ്റ്റാൾജിയ, നിങ്ങളുടെ ഇല്ലെങ്കിൽ ഒരു പഴയ ഒരു കാര്യം, നിങ്ങളുടെ പഴയ ലൈഫിൽ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഓർമ്മയിൽ വരുന്നു. നിങ്ങൾക്കത് ഓർമ്മയിൽ വരുന്നു. നിങ്ങൾ ഇമോഷണലി വളരെ ഹാപ്പി ആവുന്നൊരു സമയമാണ് ഇന്നത്തെ. കുറച്ച് നേരം നിങ്ങൾ ഇമോഷണലി നിങ്ങൾ ആ ഒരു തിങ്കിങ്ങിൽ വളരെ ഹാപ്പിനെസ് അനുഭവിക്കും. ഒരു പഴയ ഓർമ്മയോ
അല്ലെ പഴയ കാലത്തെ ഒരു ബന്ധുവിനെയോ ഒരു സുഹൃത്തിനെയോ ആരെയോ നിങ്ങൾ ഇന്ന് കണ്ടുമുത്തും. ഒരു പഴയ ഒരു വ്യക്തി, നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയെയോ ആരെയോ നിങ്ങൾ കാണുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളിൽ വരികയോ ചെയ്യുകയും അതിൽ നിങ്ങൾ ഇന്ന് വളരെ ഒരു ഇമോഷണലൊക്കെ ആവും നിങ്ങൾ. ആ ഒരു ചിന്ത അവർ ഇപ്പം ചിലപ്പോൾ നിങ്ങളുടെ കരിയറിൽ വന്ന ആ ഒരു സക്സസ്സിൽ അവരുണ്ടായിരുന്നെങ്കിൽ, അവരിത് അറിഞ്ഞിരുന്നെങ്കിൽ, അവരോടൊത്തൊന്ന് ഇത് ആഘോഷിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങളൊന്ന് തിങ്കിങ് ചെയ്യുമായിരിക്കും. പിന്നെ ഒരു ചെറിയ ഹാർട്ട് ബ്രേക്കിങ്ങും ഒരു ഉറക്കം, ഒരു ഡിപ്രഷൻ മൈൻഡൊക്കെ വരുന്നുണ്ട്. അതിനെ അനുബന്ധിച്ച് തന്നെ വരുന്നതാണെങ്കിലും അതും നിങ്ങൾ ഇമോഷണലി ഹാപ്പി ആവുക തന്നെയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. നിങ്ങൾ വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിട്ടാണ്. ചെറിയ ചെറിയ സങ്കടങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം മറികടക്കാൻ നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരുക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ കാണുക എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. നിങ്ങൾ കണ്ണു തുറന്ന് കാണുക. നിങ്ങൾക്ക് ആരെയെങ്കിലേക്ക് ഒന്ന് സമീപിക്കാനുണ്ടെങ്കിൽ ആ വ്യക്തികളുമായിട്ടൊന്ന് സമീപിച്ച് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത്, മറ്റൊരു വ്യക്തിയുടെ ഹെൽപ്പോട് കൂടി കിട്ടേണ്ട കാര്യങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു സപ്പോർട്ടോടു കൂടി നേടിയെടുക്കേണ്ട കാര്യങ്ങളുണ്ടാവാം. അതിനൊക്കെ അങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ സമീപിക്കുക. അതുപോലെ ഭൂതകാലത്തിലേക്ക് നോക്കി സങ്കടങ്ങളും ടെൻഷനുകളും ഒന്നും ഇന്നത്തെ ദിവസം അടിക്കേണ്ട. നിങ്ങൾക്ക് എല്ലാ രീതിയിലും പുതിയൊരു വാതിൽ, എയ്സ് ഓഫ് പെൻറ്റിക്കിൾസും എയ്സ് ഓഫ് വാൺസും ആണ് വന്നിരിക്കുന്നത്. സാമ്പത്തികമായിട്ടും കരിയർ സംബന്ധമായിട്ടും നിങ്ങൾക്ക് പുതിയൊരു വാതിൽ തുറക്കുകയാണ്. പുതിയ ഒരു മാർഗം, ഒരു വഴി നിങ്ങൾക്ക് മുന്നിൽ യൂണിവേഴ്സ് ഇട്ട് തന്നിരിക്കുന്നു. ബാലൻസ് നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ ഒരു ടെൻഷൻ, സങ്കടം, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 10 ഓഫ് സോഴ്സാണ്. ഈ 10 ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിച്ചു. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവസാനിക്കുകയാണ്. അതിന് ഫിനിഷിംഗ് പോയിന്റ് എത്തി. ഇനി നിങ്ങൾക്കൊരു പ്രശ്നമില്ല. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് കാണിച്ചിരിക്കുന്നത് ടെമ്പറൻസ് ആണ്. അത് കഴിഞ്ഞാലുള്ള കാർഡ് ടെമ്പറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിനി ബാലൻസിലാവുകയും മൂന്നാമത് നിങ്ങൾക്ക് ബോട്ടം ഓഫ് ദി ഡെക്കിനകത്ത് വന്നിരിക്കുന്നത് 10 ഓഫ് കപ്സ് ആണ്. ഹാപ്പി ഫാമിലിയാണ്. നിങ്ങളുടെ കൂടെ ഉള്ളവരോടൊത്ത് നിങ്ങൾക്ക് വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നമുക്കിനി ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന ഗൈഡൻസ് എന്നാന്ന് നോക്കിയാലോ. നമുക്ക് ഫസ്റ്റ് ആർക്കേഞ്ചൽ മൈക്കിളാണ് വന്നിരിക്കുന്നത് കേട്ടോ. ആർക്കേഞ്ചൽ മൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലോകത്തെ സഹായിക്കാൻ സത്യത്തിൻ്റെ വാൾ ഉപയോഗിക്കുക എന്നാണ് പറയുന്നത്. അതായത് വാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തിയാണ്. നിങ്ങളുടെ ശക്തി ഉപയോഗിക്കാനാണ് ആർക്കേഞ്ചൽ മൈക്കിൾ നിങ്ങളോട് പറയുന്നത്. ഈ കാർഡ് തിരഞ്ഞെടുക്കുന്നത് നിങ്ങളെക്കാൾ ദുർബലരായ ആരെയെങ്കിലും സഹായിക്കുന്നതിന് യൂണിവേഴ്സ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യേണ്ട ഏതെങ്കിലും വ്യക്തികളോ കുടുംബത്തിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാനാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നൽകുന്ന ഒരു ഗൈഡൻസ്. അവരെ ഒന്ന് സഹായിക്കുക. നിങ്ങളെക്കാളും ദുർബലരായ ഏതോ ഒരു വ്യക്തികളുണ്ട്, അവരെ നിങ്ങളൊന്ന് സഹായിക്കൂ എന്നാണ് ഇന്ന് നമ്മളോട് മൈക്കിൾ പറയുന്നത്. നിങ്ങൾ അതുപോലെ നിങ്ങളുടെ യൂണിക്കോൺ നിങ്ങളിലേക്ക് സമഗ്രതയും ധൈര്യവും നിർണായകതയും പ്രകാശിപ്പിക്കും. അപ്പം നമ്മുടെ യൂണിക്കോൺ ഒറ്റക്കൊമ്പൻ കുതിര നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് സമഗ്രതയും ധൈര്യവും എല്ലാം തരും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ ശക്തിയിൽ നിലകൊള്ളുകയും സത്യസന്ധതയോടെ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്നു പറയണം. നമ്മൾ സത്യസന്ധമായ രീതിയിൽ എന്ത് കാര്യം ചെയ്താലും നമുക്ക് സക്സസ് തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നത് 100% ഉറപ്പാണ്. നമുക്ക് ഗൈഡൻസ് ആയിട്ട് നൽകിയിരിക്കുന്നത് വിസ്ഡമാണ്. വിസ്ഡം എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്. അതായത് നമ്മുടെ ഉള്ളിൽ ഒരു സ്പിരിച്വലായ ഒരു സംഭവമാണ് ജ്ഞാനം എന്ന് പറയുന്നത്. വിവേകത്തോടെ പ്രവർത്തിക്കുക, ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുക. അപ്പം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ക്ഷമ കാണിക്കേണ്ടടുത്ത് അങ്ങ് ക്ഷമ കാണിക്കുക, വിട്ടുകളയേണ്ടടുത്ത് വിട്ടുകളയുക, വിട്ടുകൊടുക്കേണ്ടടുത്ത് വിട്ടുകൊടുക്കുക. അങ്ങനെ നമ്മൾ വിവരത്തോടു കൂടി പെരുമാറിയാൽ എല്ലാവരുടെയും മുന്നിൽ നമ്മൾ ബഹുമാനിക്കപ്പെടുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജന്മനാലുള്ള ആ ഒരു ജ്ഞാനത്തെ ഉപയോഗിക്കുവാനും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വശത്ത് ബഹുമാനത്തോടെ പ്രവർത്തിക്കുവാനും നിങ്ങളെ യൂണിവേഴ്സ് വിളിക്കുന്നു. വളരെ റെസ്പെക്റ്റോടുകൂടി എല്ലാവരോടും പെരുമാറണമെന്ന് യൂണിവേഴ്സ് പറഞ്ഞ് നിങ്ങളെ വിളിക്കുകയാണ്. നിങ്ങളെ സഹായിക്കാൻ യൂണിക്കോണുകളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ പിന്തുണയ്ക്കുകയും നയിക്കുകയും ചെയ്യും.
ഞാൻ ഇന്ന് ജ്ഞാനത്തോടെ പ്രവർത്തിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിക്കണമെന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ ബോട്ടം ഓഫ് ദി ഡേക്ക് വന്നിരിക്കുന്നത് ഹോപ്പാണ്. നിങ്ങൾക്ക് അവസരം പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം സ്ട്രഗിൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ആ സ്ട്രഗിളെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറുകയാണ്. പക്ഷേ നിങ്ങൾ കണ്ണു തുറന്ന് നോക്കുക, ജ്ഞാനത്തോടെ നോക്കുക. നമ്മുടെ കൂടെയുള്ളവരെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ മെസ്സേജ് പറഞ്ഞ പോലെ അന്നദാനം, വിശക്കുന്നവന് ആഹാരം കൊടുക്കുക. നമ്മുടെ പകുതി ബാഡ് കർമ്മ നമ്മളിൽ നിന്നും പോകും, നമ്മൾക്ക് വിജയിക്കാൻ സാധിക്കും. അന്നദാനം കൊടുക്കുന്നവർക്ക് 100% ഈ ജന്മം എല്ലാ ബാഡ് കർമ്മകളും അവസാനിച്ച് നമ്മൾ പരിശുദ്ധതയോടെ നമ്മുടെ സോളിന് തിരിച്ചു പോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇന്നിപ്പം നമുക്ക് മാലാഖ തന്നിരിക്കുന്നതും ദുർബലരെ സഹായിക്കുക എന്നാണ്. നിങ്ങൾ ദുർബലരെ സഹായിക്കുക, അതായത് നമ്മളെക്കാൾ താഴെയുള്ളവരെ ആരെയാണേലും ഒരു നേരത്തെ ആഹാരമോ ഒരു ഗ്ലാസ് വെള്ളമോ വാങ്ങിക്കൊടുത്തവരെ സഹായിക്കുക. അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ അറിവ് റെസ്പെക്റ്റോടുകൂടി, ഇനിയിപ്പോൾ ദേഷ്യപ്പെടേണ്ട വ്യക്തികളോടാണെങ്കിലും എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും വളരെ റെസ്പെക്റ്റോടും ബഹുമാനത്തോടും കൂടി പെരുമാറുക. നമ്മൾക്ക് മുമ്പിൽ പ്രതീക്ഷിക്കാം. നമ്മുടെ യൂണിക്കോൺ ഹോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് മുമ്പിൽ എല്ലാം തുറന്ന് നൽകിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം യൂണിവേഴ്സ്. നിങ്ങളത് യൂസ്ഫുൾ ആക്കുക എന്നാണ് പറയുന്നത്. എല്ലാ രീതിയിലും, കരിയറിലും സാമ്പത്തികമായ പ്രോബ്ലങ്ങൾക്കെല്ലാം ഇന്ന് പരിഹാരമുണ്ട്. കണ്ണു തുറന്ന് നോക്കുക, കണ്ടെത്തുക. എൻ്റെ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്ക് ഒരു പ്രചോദനം. എല്ലാവരും നമ്മളുടെ ഈ യാത്ര എന്നും ഒന്നിച്ചു പോകാം എന്നാഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു.